ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മീഷോ നിന്നാണ് ഓർഡർ ചെയ്തത്. ഇത് സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും നല്ല ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ അത്. അപ്പോൾ ഇതെന്താണെന്നുള്ളതും കൂടി നോക്കാം. ഇതിൻ്റെ റേറ്റ് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ പറയുന്നതായിരിക്കും. ഇത് ആവശ്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ കോഡും കൂടി ഞാൻ അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ച് ആൾക്കാർക്ക് അറിഞ്ഞിട്ടുണ്ടാവും, എന്നാലും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഇതൊരു മെഷർമെൻറ്റ് ടേപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ഈ ഭാഗത്തൊരു റൗണ്ട് പോലെ ഇല്ലേ, ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് ടേപ്പ് ഇതേപോലെ പുറത്തേക്ക് വരും. അതേപോലെ ഒരു സൈഡ് ഇഞ്ചസും ഒരു സൈഡ് സെൻറ്റിമീറ്ററും ആണ് കേട്ടോ. നമ്മുടെ നോർമൽ ടേപ്പിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഈ ടേപ്പിലുള്ളത്. നമുക്കിതിലൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മളിപ്പോൾ പുറത്തേക്ക് എടുത്തുമല്ലോ ആ ടേപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ആവും കേട്ടോ. അപ്പം ഇതിലും നമ്മുടെ നോർമൽ ടേപ്പിലുള്ള പോലെ തന്നെ 60 ഇഞ്ച് ഇതിലുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ കാണിക്കുന്ന ഈ ടേപ്പിലും 60 ഇഞ്ച് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നോർമൽ മെഷീൻ്റെ എല്ലാ ഇതും ഉണ്ട് കേട്ടോ ഇതിൽ. എന്നാൽ ഒരു കാര്യം ഇതിൽ മൈനസ് ആയിട്ടുള്ളത്, നമ്മുടെ നോർമൽ ടേപ്പ് 1 ഇഞ്ചിൽ നിന്നാണ് സ്റ്റാർട്ടാവുന്നത്. എന്നാൽ നമ്മുടെ ഇപ്പോൾ കാണിക്കുന്ന ഈ ടേപ്പിൽ 2 ഇഞ്ച് മുതൽക്കാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 1 ഇഞ്ചും 1.5 ഇഞ്ച് 1.25 ഇഞ്ചൊന്നും ഇല്ല, 2 ഇഞ്ച് തൊട്ടിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കിതിൽ കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ നോർമൽ ടേപ്പും ഈ ടേപ്പും തമ്മിൽ അളവുകളിൽ ഒരു വ്യത്യാസവും ഇല്ല. സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഇത് നമ്മുടെ നോർമൽ ടേപ്പ് 1 ഇഞ്ച് ഉണ്ട്, ഇതിൽ അതില്ല. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ബോഡിയിൽ നിന്നും മെഷർമെൻ്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഒപ്പം 2 ഇഞ്ച് പ്ലസ് ചെയ്യണമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ആ കേവായിട്ട് വന്നിട്ടുള്ളത്, അത് 2 ഇഞ്ച് കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അളവെടുക്കുമ്പോൾ ആ ഈക്വൽ ആ 2 ഇഞ്ച് നമ്മുടെ അളവിൻ്റെ ഒപ്പം തനിയെ ആഡ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ അളവെടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ തന്നെ വെറുതെ കാണിക്കണം കേട്ടോ. നമുക്ക് എത്ര ടൈറ്റാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ടൈറ്റിനനുസരിച്ചിട്ട് വെച്ചിട്ട് ഇതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ എവിടെയാണ് ടേപ്പ് വെച്ചതെന്ന് അറിയാനായിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. എനിക്ക് 7 ഇഞ്ചും 1 പോയിൻറ്റുമാണ് ഈ ടേപ്പിൽ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ഊരിയെടുക്കുക. അപ്പോൾ അതിനായിട്ട് നേരത്തെ ഞാനൊരു റൗണ്ട് ഷേപ്പിലുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്നിങ്ങനെ ലോക്ക് എടുത്ത് വിട്ടാൽ മതി, അത് അൺലോക്ക് ആവും. അപ്പോൾ നമുക്കിനി നോർമൽ ടേപ്പും കൂടി വെച്ചൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ ഇതിലും 7 ഇഞ്ചും 1 പോയിൻറ്റുമാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അളവുകളൊക്കെ സെയിമാണ്. ഇപ്പം ഞാൻ പുതിയതായിട്ട് കാണിച്ച ടേപ്പിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് വേഗം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയും സൈസ്, അതേപോലെ മിഡിൽ ബ്രസ്റ്റിൻ്റെ സൈസൊക്കെ നമ്മൾ ഈ നമ്മുടെ നോർമൽ ടേപ്പ് വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും അതിങ്ങനെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് വേണ്ട ലൂസിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ ബ്ലൗസ് അളവെടുക്കുമ്പോൾ മെയിനായിട്ട് നമുക്ക് പ്രശ്നം വരുന്നത് ആ കൈക്കുഴിയുടെ അളവെടുക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് കൈക്കുഴിയുടെ അളവെടുക്കുമ്പോൾ കസ്റ്റമറിനെ ഇങ്ങനെ ഇടുപ്പത്ത് കൈ കുത്തി നിർത്തിയിട്ട് നമുക്ക് ഈ പുതിയ ടേപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റായിട്ടുള്ള കൈക്കുഴിയുടെ അളവ് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ടേപ്പ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ മീഷോയിൽ നിന്ന് അല്ലെങ്കിൽ ഏത് ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്ന് വാങ്ങിച്ചാലും ടേപ്പിൻ്റെ 2 ഭാഗത്തും ഇഞ്ചസ് മാത്രമാണോ അല്ല സെൻറ്റിമീറ്ററും ഇഞ്ചസും ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കുക. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് ഇതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്നതാണ്, അത് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് രണ്ടാമത്തത് ഇപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കുക എന്നുള്ള ഇതിൽ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ആ അളവിൻ്റെ വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഈ ടേപ്പിൻ്റെ ഇത്. നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. കോഡ് കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ ഞാൻ. അപ്പോൾ ഇതേപോലെ ഇനിയൊരു പ്രൊഡക്റ്റും കൂടി കാണിക്കുന്നുണ്ട്. ഇത് എല്ലാവരുടെ അടുത്തും ഉള്ളതായിരിക്കും, എന്നാലും ഒന്നും കൂടി ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കായിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മാജിക് പെൻ, അതായത് നമ്മുടെ ക്ലോത്തിൽ മാർക്ക് ചെയ്യുന്ന പെന്നാണ്. നമ്മുടെ ഡീസൊക്കെ മാർക്ക് ചെയ്തിട്ട് ചില കസ്റ്റമേഴ്സിന് അലർജി വരണോ പറയും ആ ഡീസിൻ്റെ പൊടി കാരണം. അപ്പോൾ അത് ഡീസും ഉണ്ട് കേട്ടോ, ഇങ്ങനത്തെ മാജിക് ഡീസും ഉണ്ട്. ഈ പെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ സിമ്പിളായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് എവിടെയാണോ നിങ്ങൾക്ക് അളവെടുക്കേണ്ടത് ആ ഭാഗത്ത് അളവെടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്.
അപ്പോൾ ഇത് 15 രൂപയാണ് കേട്ടോ. ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ചിലപ്പോൾ ഓൺലൈനിൽ ഇതിലും വില കുറവായിരിക്കാം. അപ്പോൾ ഞാനത് സാമ്പിളിനായിട്ടൊന്ന് വാങ്ങിച്ച് നോക്കിയതാണ്. കുഴപ്പമൊന്നുമില്ല. എന്നാൽ വേഗം ഇങ്ക് കഴിയുന്നുണ്ട് കേട്ടോ. അത്രയ്ക്കൊന്നും നീണ്ട് നിൽക്കണില്ല വേഗം. അതായത് നമ്മുടെ ഡീസിൻ്റെ അത്രയ്ക്കും ഇല്ല. നമ്മൾ കുറച്ച് മാർക്കിങ് ചെയ്യുമ്പോഴത്തേക്കിന് അതിൻ്റെ ഇങ്ക് പകുതി മുക്കാലും കഴിയുന്നുണ്ട്. അപ്പം നമ്മളിത് ഇങ്ങനെ മാർക്ക് ചെയ്ത് സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് മായ്ക്കണ്ടേ. അപ്പം അതിനായിട്ട് അയൺ ബോക്സ് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക കേട്ടോ. ചെറിയ ചൂട് അയൺ ബോക്സ് ഉള്ളത് എടുത്തിട്ട് ഒന്ന് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ തേച്ച് വിട്ടാൽ മതി കേട്ടോ. സിമ്പിളായിട്ട് നമ്മൾ വരച്ചത് മാഞ്ഞു പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കിത് ഹെൽപ്ഫുള്ളായിരിക്കും. വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ 2 ഐറ്റവും എൻ്റെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്